പ്രൈസ് ലോർഡ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹറിൽ നിന്നാണ്. എൻ്റെ കുടുംബത്തില് എനിക്ക് 3 മക്കളാണ്. 3 പേര്, 2 പെണ്ണും 1 ആണുമാണ്. മൂത്ത മോടെ കല്യാണം കഴിച്ചു, വിദേശത്ത് കാനഡയിലാണ്. ഒരാള് ഇളയ മോനും കാനഡയിലുണ്ട്. രണ്ടാമത്തെ മോൾ ഇപ്പം നാട്ടിലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫും നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തന്നെയാണ് ഇപ്പം ബഹറിൽ നിൽക്കുന്നത്. ആരോമ TV-ക്ക് ഇങ്ങനെ എനിക്ക് പ്രോഗ്രാം ഒരുക്കി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് എന്നെ ഭാഗമാക്കി തീർന്ന ദാനിയൽ ജോൺ പാസ്റ്ററിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് രവി നാരായണൻ എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ല വള്ളംകുളം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ കുടുംബത്തില് ഞങ്ങൾ 7 പേരാണ്. 6 ആൺമക്കളും 1 പെണ്ണുമാണ്. എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാതാവും മറ്റ് സഹോദരങ്ങളുണ്ട്. ഞങ്ങളൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് എനിക്ക് വളരെ സ്നേഹമായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചുറ്റും കിടക്കുന്നത് ക്രിസ്തീയ കുടുംബങ്ങൾ കിടക്കുന്നതുകൊണ്ട് ആ ക്രിസ്തീയ കുടുംബത്തില് അവരുടേതായ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങളൊക്കെ ഞാൻ കടന്നു പോകുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ 3ാമത്തെ മകനാണ്. പല കൂട്ടുകാരും ഒത്ത് അവരുടെ പ്രോഗ്രാമിന് പോയി അവരുടെ കൺവെൻഷൻ നടത്തുകയൊക്കെ ചെയ്യുമെങ്കിലും പലപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദർശനത്തിൽ കൂടെ ഒക്കെ. പക്ഷെ ഞാൻ എൻ്റെ സാഹചര്യങ്ങളും പാരമ്പര്യം വെച്ച് എനിക്കതിൽ പിടികൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ജനിച്ച മുതൽ മാതാപിതാക്കൾ ഹൈന്ദവ ബാംഗ്ലൂരിൽ ആയിരുന്നത് കൊണ്ട് ആ പാരമ്പര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. എന്നാൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമായിരുന്നു കർത്താവിനെ കണ്ടുമുട്ടണം. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ അത് നടന്നില്ല. എന്നാൽ ഞാൻ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ അവിടുന്ന് ആസാമിലേക്ക് പോയി. എൻ്റെ ഒരു അമ്മാവൻ അവിടെ ഉണ്ട്. അമ്മാവൻ്റെ അവിടെ പോയി നിന്നു. അവിടെ 1 വർഷം മിലിറ്ററിയുടെ പ്രൈവറ്റ് സെക്ഷൻ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് രോഗം പിടിപെട്ടു. അത് കാരണം ഞാൻ മടങ്ങി നാട്ടിൽ വന്നു. ആ സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും സുവിശേഷം കേൾക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കർത്താവിനോട് അമിതമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്, ആഗ്രഹമുണ്ട്, കർത്താവിനെ കുറിച്ച് അറിയുവാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ കർത്താവിന് പിടികൊടുക്കാതെ ഇങ്ങനെ നടന്നു. പല പ്രാവശ്യം എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്ക് ഇതിനൊന്നും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ 82-ല് ഞാൻ ബഹറിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങൾ ബഹറിലാണ്. ഞാൻ ഇവിടെ വന്നു അന്ന് ലോകപരമായിട്ട് ചില മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് കൂട്ടുകാർ കൂടി മദ്യപിക്കുക ചെയ്യുമായിരുന്നു. ഈ പാരമ്പര്യ ദൈവങ്ങളെ ഇവിടെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുമസ്, ഓണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഘോഷിക്കും, ഒന്നിനും കുറവില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് ദൈവം ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ എന്നെ നിരാശം വരുന്ന ഒരു മാനസിക സംഘർഷത്തിലേക്ക് എന്നെ കടത്തിക്കൊണ്ടുപോയി. കാരണം ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വ്യക്തി എങ്ങനെയാന്ന് പറഞ്ഞാലും കർത്താവിനെ കൊണ്ടുവരും. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓരോരുത്തരെയും കണ്ടൊരു ദൈവം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ ഞാൻ ഇവിടെ 82 ഇവിടെ വന്നിട്ട് എനിക്ക് ആൻസൈറ്റി ന്യൂറോസിസ് എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗത്തിന് ഞാൻ ഭാരപ്പെട്ടു. ഞാൻ ഇവിടെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് മരുന്നും കഴിച്ചിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് നാട്ടിൽ തിരുവല്ല എന്ന സ്ഥലത്ത് ഡോക്ടർ ദേവദാസ് എന്ന് പറഞ്ഞാൽ അവിടെയും ചെന്ന് ഞാൻ ഈ മരുന്ന് കഴിക്കുക. ഈ ഒരു മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ കഴിയത്തുള്ളൂ. രാത്രിയൊക്കെ എണ്ണീറ്റ് നിന്ന് നിരാശപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ കുത്തിയിരിക്കുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു. പക്ഷെ അവിടെ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. ഞാൻ ആ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോയി തിരിച്ചു വീണ്ടും ഗൾഫിൽ തന്നെ വന്നു. ഗൾഫിലിരിക്കുന്ന സമയത്താണ് പാരമ്പര്യമായിട്ട് ഈ ദൈവങ്ങളെ ഓണം, ക്രിസ്തുമസ് ഇതെല്ലാം അതിൻ്റെ പുറകെ പോവും. പക്ഷേ യേശു സംസാരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് പിടികൊടുക്കാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു സുപ്രഭാതത്തില് 97-ല് ഞാൻ എൻ്റെ മൂത്ത മകൾക്ക് അന്ന് 8 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഒരു നേർച്ച നേർന്ന് മോളെ ശബരിമല കൊണ്ടുപോകാമെന്ന്. ഞാൻ ഇവിടുന്ന് തന്നെ മാലയിട്ട് നാട്ടിൽ ചെന്ന് ഒരു ഡിസംബർ സമയത്താണ് നാട്ടിൽ ചെല്ലുന്നത് 97-ല്. അവിടെ ചെന്ന് എൻ്റെ മാതാവും ഞാൻ, എൻ്റെ സഹോദരൻ്റെ മോള്, ഞങ്ങളുടെ റിലേഷനിൽ അവിടെ ശബരിമലയ്ക്ക് പോകാനായിട്ട് എല്ലാം റെഡിയാക്കി കെട്ടും കെട്ടി ഞങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അന്ന് എൻ്റെ ഇളയ മോൻ, അന്ന് എൻ്റെ വൈഫ് പ്രസവിച്ച് 2 മാസം പ്രായമുള്ളൂ ആ മോന്. ഞാൻ രാവിലെ വെളുപ്പിനെ 3 മണിക്ക് തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. രാവിലെ എണ്ണീറ്റ് വൈഫിൻ്റെ കൂടെ വെളിയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരു അതിഭയങ്കരമായ തലവേദന എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ തലവേദന വന്നപ്പോഴത്തേക്ക് ഞാൻ അൺകോൺഷ്യസ് ആയി. അപ്പം ഞാൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, എനിക്ക് തലവേദന എടുക്കുന്നു, പ്ലസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആ വെള്ളം കുടിച്ചിട്ട് അവിടുന്ന് എണ്ണീറ്റ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ
ഞാൻ പെട്ടെന്ന് ബോഡി നിശ്ചലമായി, എൻ്റെ ശ്വാസം നിൽക്കാൻ തുടങ്ങി. ശ്വാസം നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തെ ബിൽഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കറങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ അങ്ങ് വീണു, ബോഡി നിശ്ചലമായി താഴെ വീണു. കാരണം മരണം ഞാൻ മുന്നിൽ കണ്ട്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക എന്നുള്ള ഒരു ഇത് ജീവിതത്തിൽ എനിക്ക് കടന്നു പോകുന്നു. കാരണം ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. എൻ്റെ പിതാവുണ്ട്, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. അവർ വന്നു ഉടനെ തന്നെ എന്നെ വണ്ടിയെ കയറ്റി അടുത്തുള്ള തോട്ടഭാഗത്ത് നിന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ നിന്ന് പൂട്ടി. അവിടെ ചെല്ലുമ്പോഴും ആ ഡോക്ടർ എന്നെ ട്രോളിയെ കിടത്തുമ്പോൾ ഞാൻ ചാടി എണ്ണിക്കുക, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ വിചാരിച്ച് ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അവർ നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും അവരെന്നെ പെട്ടെന്ന് എൻ്റെ പിതാവും സഹോദരനും എല്ലാം കൂടെ പുഷ്പഗിരി കൊണ്ടുപോയി. പുഷ്പഗിരി ചെന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം തിരിച്ചു കിട്ടി. ആ ബോധം തിരിച്ചു കിട്ടി. ഞാൻ അവിടെ നിൽക്കുമ്പം എനിക്ക് അന്ന് എനിക്കൊരു 35 വയസ്സ് പ്രായമുള്ളൂ. പ്രഷർ നോക്കി, ഷുഗർ നോക്കി, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഒരാഴ്ച അവിടെ കടന്ന് CT സ്കാൻ ചെയ്ത് തലയുടെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ എൻ്റെ കർത്താവിനെ ഒരുപാട് ഉണ്ടെങ്കിലും ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ, കർത്താവിലേക്ക് വരുന്ന ചെറിയൊരു മുഖാന്തരങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അടുത്ത ദിവസം വൈകിട്ടായപ്പോൾ സെയിം സ്റ്റോറി തന്നെ എനിക്ക് പിന്നെയും വരാൻ തുടങ്ങി. എൻ്റെ കണ്ണിൻ്റെ സൈഡിൽ വേദന എടുക്കാൻ തുടങ്ങി, ശ്വാസം നിൽക്കാൻ തുടങ്ങി, സൗണ്ട് മാറാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വൈഫും എല്ലാവരോടും പറഞ്ഞ് എനിക്ക് സെയിം പ്രശ്നം ഉണ്ടാകാൻ പോവാണ്, എന്നെ വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അന്നേരം അവർ ടാക്സി വന്നു. ടാക്സിയെ കയറി ഞാൻ പുഷ്പഗിരി പോയി. പുഷ്പഗിരി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, വൈകിട്ട് 7 മണിയായി രാത്രി, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, നാളെ രാവിലെ MRI സ്കാൻ ചെയ്തെങ്കിലേ നമുക്ക് എന്നെക്കുറിച്ചൊരു എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തും എറണാകുളം ലിസി ഹോസ്പിറ്റലേ ഉള്ളൂ ഈ MRI സ്കാൻ, വേറെങ്ങുമില്ല. അങ്ങനെ ഞങ്ങൾ അപ്പോയിന്റ് എടുത്ത് MRI കൊച്ചി എറണാകുളത്ത് പോയി CT സ്കാനൊക്കെ എടുത്തപ്പോൾ ഈ നരമ്പിൻ്റെ ഇവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് മരുന്ന് കഴിച്ചു. ആ മരുന്ന് കഴിച്ച് അവിടെ കിടക്കുന്ന വാർഡില് അടുത്ത ദിവസം ഞാൻ കിടക്കുന്ന വാർഡില് എനിക്ക് തോന്നുന്നൊരു 88-90 വയസ്സുള്ള ഒരു അപ്പച്ചനെ ആ ഹോസ്പിറ്റലിലെ സീരിയസ് ആയിട്ട് കുഴി വെട്ടാൻ ഡോക്ടർ പറഞ്ഞ ഒരപ്പച്ചനാണ്. ആ അപ്പച്ചന് എൻ്റെ വാർഡിലോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം അപ്പച്ചൻ വരുമ്പം ഞാൻ കിടക്കുമ്പോൾ അപ്പച്ചൻ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എണ്ണിച്ചിരുന്ന് പാട്ടുപാടി ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ അത് ആ അപ്പച്ചന് ദൈവം ഒരു വലിയ വിടുതൽ കൊടുത്ത് എൻ്റെ വാർഡിൽ കൊണ്ടുവന്നു. കാരണം എനിക്കറിയത്തില്ല ബെന്തിക്കോസുകാരാണോ ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അപ്പച്ചൻ രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിച്ച് പാട്ട് പാടാൻ തുടങ്ങും. 8 മണി 9 മണി ആകുമ്പോഴത്തെ അപ്പച്ചൻ്റെ 6-7 മക്കള് എല്ലാവരും കൂടെ വന്നിട്ട് അപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ ചുറ്റും നിന്നിട്ട് ഈ മക്കളെല്ലാം നിന്നിട്ട് അതിനകത്ത് പാസ്റ്ററുണ്ട്, പിന്നെ സുവിശേഷം പറയുന്നവരുണ്ട്, പരസ്യം ഒത്തിരി പേരുണ്ട്, അവരുടെ മക്കളും എല്ലാം വന്നിട്ട് എൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരു വ്യക്തി ബെന്തിക്കോസുകാരൻ്റെ അടുത്തോട്ട് സുവിശേഷം പറയുന്നത് പോലെ അപ്പൊ എനിക്ക് ഇന്ന് മനസ്സിലായി അതായിരുന്നു എന്നുള്ള ലക്ഷണം. എൻ്റെ ചുറ്റും നിന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഒരു ബൈബിൾ ആദ്യമായിട്ട് എനിക്ക് തന്നു ഈ മക്കള്. വൈകിട്ട് ഇവരെ അങ്ങ് പോവും. ഞാനും ഈ അപ്പച്ചൻ്റെ ഒരു മോനും അവിടെ കാണത്തുള്ളൂ. അപ്പം എനിക്ക് അതിനകത്ത് വിശ്വാസമായി. കാരണം ദൈവത്താൽ അവരെ അയക്കപ്പെട്ട ഒരു മുഖാന്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ അപ്പച്ചൻ പിന്നെ മക്കൾ പറഞ്ഞു ഞങ്ങൾ കുഴി വെട്ടിയാന്ന് പറഞ്ഞു. കുഴി വെട്ടിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞിടത്ത് ആ അപ്പച്ചനെ എൻ്റെ വാർഡിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്നെ കണ്ടിട്ടുണ്ട് മുന്നമേ. അതൊരു മുഖാന്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്രത്തോളം ആത്മീയത്തിൽ ഇതിലേക്കൊന്നും ഉള്ള സാഹചര്യം അല്ലെന്ന്, പക്ഷെ എനിക്ക് സംഭവം മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ കിടന്നു. ഒരു മകൻ മാത്രം വൈകിട്ട് അവിടെ നിൽക്കും. അപ്പൊ ഈ മകൻ എന്നോട് വൈകിട്ടെന്ന് പറയാൻ, അങ്ങളെ നമുക്ക് പുറയിൽ അന്ന് തിരുവല്ല സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരു കൺവെൻഷൻ നടക്കുക, നമുക്ക് അവിടെ ഒന്ന് പോകണം, അവിടെ ഒരു ദൈവദാസനുണ്ട് വന്നിട്ട് 3 കൺവെൻഷനിൽ. ഞാൻ പറഞ്ഞു വരാം. ആ ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റൽ പോലും പറയാതെ സ്വല്പം നടന്നാൽ മതി, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി പുറയിലോട്ട്. ഞാൻ ആ കയ്യിൽ കൊടുത്ത് ഞങ്ങൾ നേരെ അവിടെ ചെല്ലുമ്പം അന്ന് ശുശ്രൂഷിക്കുന്ന കൺവെൻഷൻ നടത്തുന്ന ഒരു ദൈവദാസൻ ഹരി ഗോമസ് എന്നാണ്, 97-ലെ സംഭവം പറഞ്ഞത്. ഹരി ഗോമസ് ദൈവദാസൻ. എനിക്ക് ആ ദൈവദാസനെ അറിയത്തില്ല, അന്ന് ആ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുന്ന ഉടനെ ആ ദൈവദാസൻ സങ്കീർത്തനത്തിൽ സൂക്ഷിച്ചിട്ട് എന്നോട് പറഞ്ഞു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാവുന്നു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അങ്ങ് സ്ട്രൈക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് തന്നെ സംസാരിക്കാന്നുള്ളത്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു, ദൈവനം കേട്ട് മടങ്ങി വന്ന് ആശുപത്രിയിൽ നിന്ന് ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. മറ്റേ അസുഖങ്ങളൊന്നുമില്ല, ഒരു കാര്യങ്ങളില്ല. ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ബഹറിനിൽ നിന്ന് നാട്ടിൽ വന്ന് എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോട്ടയിലൊന്ന് പോകുന്നുണ്ട്, ധ്യാനം ഇരിക്കാൻ പോവാണ്, നമുക്കൊരു 3-4 ദിവസം പോകാം. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാ, കുഴപ്പമില്ല, അവിടെ യേശു ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച പോയി അവിടെ ധ്യാനം ഇരുന്നു. അവിടുത്തെ നായ്ക്കപ്പറമ്പിൽ അച്ഛൻ എൻ്റെ പേര് അവിടെ വ്യക്തമായിട്ട് എടുത്ത് വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. അവിടെ ഇരുന്ന് മടങ്ങി വന്നു. ഞാൻ പിന്നെ യേശു ക്രിസ്തുവിനേക്കുള്ള ഒരു അടുപ്പത്തിലേക്ക് എനിക്ക്
ചെല്ലതായിട്ട് വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അതിനൊന്നും എതിരല്ലായിരുന്നു. കാരണം എൻ്റെ പ്രശ്നം മാതാപിതാക്കൾക്ക് മനസ്സിലായപ്പോൾ അവർ തടസ്സവും നിന്നില്ല. ആ നാളുകളിൽ ഞാൻ അന്ന് ആരാധനയ്ക്ക് പോവുകയും സുവിശേഷം കേൾക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കത് മനസ്സിലായി. കാരണം മറ്റൊരുത്തിനും രക്ഷയില്ല. അതാ എൻ്റെ ജീവിതത്തിലാണ് എന്നോട് മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിനും ഭൂമിക്ക് യേശു അല്ലാതെ വേറൊരു നാമമില്ല. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം സൗഖ്യമാക്കുന്ന യഹോവ യേശുവാണ്. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ 98 ഞാൻ ഈ ബഹറിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് ഒരു ചെറിയ ബന്ധത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുക. കാരണം അതിനിടയ്ക്ക് അവിടെ എങ്ങനെ നമ്മൾ അടുത്തൊക്കെ പാസ്റ്റർമാരുടെ മീറ്റിംഗ് വന്നെങ്കിൽ ഞാൻ പോവുകയും അവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും ചെറുതായിട്ട് എൻ്റെ മനസ്സിലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നിരാശയും ഭയം ഇട്ടുന്ന ഒരു രോഗമായിരുന്നു എനിക്ക്. പക്ഷേ ആ നിരാശ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ല. പക്ഷെ ഇത് പെല്ലെ ഈ ബഹറിനെ വന്ന് ഞാൻ അന്ന് നമ്മുടെ ഒരു ചെറിയൊരു കൂട്ടുകാരനുണ്ട്, ദേവൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് വിശ്വാസി വന്ന ആ ദേവിനെ പരിചയപ്പെട്ട് ദേവും ഞാനും കൂടെ ഇവിടെ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് ബഹറിലുണ്ട്, അത് PM ജോയ് പാസ്റ്റ. അവിടെ പോവുകയും ആരാധനയ്ക്ക് കണ്ടിന്യൂ പോയി തുടങ്ങി. അവിടെ ചെന്ന് ദേവദാസന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ രാത്രി ആമങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം നിരാശയിട്ട് എന്നെ ഭയങ്കര പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് അത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ മരുന്ന് കഴിക്കണം, എങ്ങനെ ദൈവമേ എങ്ങനെ എന്താ എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് മയങ്ങി അത്ര പവറായി മരുന്നിന്. അങ്ങനെ ഞാൻ കഴിച്ച സമയങ്ങളിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയൊക്കെ സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അത്ര പവറുള്ള മരുന്നാണ് അത്. പക്ഷെ ഈ ആരാധനയ്ക്ക് കടന്നുപോയി ഞാൻ 98 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അവിടെ ദൈവത്തോട് കർത്താവ് സ്വന്തമായി രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അവിടെ നിൽക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് എല്ലാ മീറ്റിങ്ങിനും പോകും, അവിടുത്തെ ഒരു അംഗമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദേവദാസന്, ഞങ്ങളുടെ തന്നെ അവിടെ വന്ന ദേവദാസൻ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങളുടെ മീറ്റിംഗ്, ഇവിടെ മാനസികമായിട്ട് ഭാരപ്പെടുന്ന ഒരു സഹോദരനെ ഉണ്ട്, എണ്ണീറ്റ് നിന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി എന്നോട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നേ. ഞാൻ എണ്ണീറ്റ് നിന്നു. ആ ദേവദാസന് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മരുന്ന് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, കഴിച്ചിട്ടില്ല. അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്. അപ്പം വചനം കേൾക്കാൻ തുടങ്ങി. കാരണം സൗഖ്യമാക്കുന്ന യഹോവ, നമ്മൾ വചനം കേൾക്കുമ്പോൾ മരിച്ചുപോയ ലാസറെ ഉയർത്തലിന്റെ ദൈവം യേശുവാണ്. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മളെ വീണ്ടെടുക്കുവാനോ നമ്മളെ രക്ഷിക്കുവാനാ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ട് ഞാൻ 98 സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും 2 മക്കളും ഇവിടെ വന്നു. അവര് ഇവിടെ വന്ന് എൻ്റെ 2 പിള്ളേരും 2 കുഞ്ഞുങ്ങളും സൺഡേ സ്കൂളിൽ തന്നെ ചേർന്ന് അവിടെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എൻ്റെ മൂത്ത മോളും വൈഫും കൂടെ നാട്ടിലാണ് സ്നാനപ്പെട്ടത്. ഞാനിവിടെ സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞില്ല, സ്നാനപ്പെടാനേ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പോകുന്ന അറിഞ്ഞുകൊണ്ട് അവരും ചർച്ചിൽ പോകാൻ തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ അന്ന് ആ 2 മാസം ഞാൻ പറഞ്ഞില്ല, ആ മോൻ അന്ന് 1 വർഷം പ്രായമുള്ളൂ. ആ മോനെ എടുത്തുകൊണ്ട് വൈഫ് ചർച്ചിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ 1 വർഷം നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വൈഫും എൻ്റെ മൂത്ത മോളും കൂടെ തന്നെ ഞാൻ പറയാതെ തന്നെ, കാരണം ജഡരക്തങ്ങളോട് പോലും ചോദിക്കാതെ, കാരണം തീരുമാനം എടുത്തു. കാരണം എനിക്ക് മനസ്സിലായി യേശു അല്ലാതെ ദൈവമില്ലെന്ന് മനസ്സിലായി. കാരണം നമ്മളൊക്കെ സേവിക്കുന്ന ഒരുപാട് 33,000 കോടി ദൈവങ്ങൾ നമുക്കുണ്ടായിരുന്നു. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യേശുവാ. യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് പാപികളെ വീണ്ടെടുക്കുവാനാ, ഒരു സമ്പന്നനെ പോലും തേടിയല്ല. കാരണം വചനം പറയുമ്പോൾ സമ്പന്നനെ തേടിയല്ല കർത്താവ് വന്ന്, പാപികളെ തേടി യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് ഒരു മാർഗമാണ്. കാരണം ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കർത്താവ് നമ്മളെ കാണുന്നത്. കാരണം കർത്താവിന് നമ്മളെല്ലാം ഒരുപോലെ. കർത്താവിനൊരു മതം സ്ഥാപിക്കേണ്ട കാര്യമില്ല. ഇന്ന് മനുഷ്യർ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതാണ് മതം. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യനെന്നോ മതം തിരിച്ചിന്ന് ലോകത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു കടന്നു, സകല ജനങ്ങൾക്കും വേണ്ടി യേശു വന്നു. യേശു പാലസ്തീന്റെ പ്രദേശങ്ങളിൽ യേശു ജനിക്കുമ്പോൾ ആദ്യം ദൂതന്മാര് ആട്ടിടന്മാര് പറഞ്ഞ സർവ്വജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ല ഒരു വ്യക്തിക്കും നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് ഇത് ക്രിസ്ത്യാനി ഹിന്ദു ഇങ്ങനത്തെ മതം ഇവിടെ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തു പാലസ്തീൻ പ്രദേശങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തുവിനെ അനുഗമിച്ചവര് ക്രിസ്ത്യാനി എന്ന് പേരിട്ടു. ഇത് വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അല്ല, ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. അത് നമുക്ക് മനസ്സിലായ. കാരണം സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ, കൂടുതൽ യേശുവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ, യേശുവാണ് സത്യമെന്ന് മനസ്സിലാക്കി യേശുവിലേക്ക് ഞങ്ങൾ തിരിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വന്ന് വൈഫും
എൻ്റെ മൂത്ത മോളും കൂടെ ഈ വള്ളംകുളത്തിന് സ്നാനപ്പെട്ടു. അവരും ദൈവമക്കളായി തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളും, മൂത്ത മോള് 10 പഠിച്ചുകൊണ്ടിരിക്കുക, അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല. എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളും ഇവിടെ വന്നു. അവരിവിടെ തന്നെ കണ്ട സ്കൂളിൽ പഠിച്ചു. കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തെ ആരാധിക്കുക. എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിച്ചത് ഈ മരുഭൂമി ഞങ്ങള്. കാരണം കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് മാതാപിതാക്കൾ സേവിക്കുന്ന ദൈവത്തെ തന്നെ അവർ സേവിച്ച് ആരാധിച്ചു കഴിയുമ്പോൾ ഇപ്പോഴും ഒക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ വേണ്ടാതെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സത്യം പറഞ്ഞ് പുകഴ്ത്തി പറയല്ല, ആ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ ഒരു മടി പോലും പറയാതെ ആ സത്യം മനസ്സിലാക്കി ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം. ഞങ്ങളുടെ സഭയ്ക്കകത്ത് തന്നെ, AG ചർച്ചിന്റെ സഭയ്ക്കകത്ത് തന്നെ ഞങ്ങൾ പാഴ്സലിൽ ഞങ്ങൾ താമസിച്ച ഒരു 13 വർഷം. അതുകൊണ്ട് സഭയെന്നാന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ കൂടെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. അങ്ങനെ ആത്മീയമായിട്ട് മുന്നേറാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു. അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്നും ദൈവം യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയേനെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കടന്നു പോയതാണ്. കാരണം എൻ്റെ മദ്യപാനത്തിൽ നിന്നും പല കാര്യങ്ങൾ എന്നെ വിടുവിച്ച് ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഇന്നെല്ലാം എന്നെ വിടുവിച്ചതും എൻ്റെ ജീവിതത്തിൽ സമാധാനം കടന്നു വന്നതും യേശുവിനെ കണ്ടുമുട്ടിന് ശേഷമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ വന്നു, ഞാൻ അവിടെ ശബരിമല പോയി, മൂത്ത മോളെയും കൊണ്ട് ശബരിമല പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ രാവിലെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബോധം കെട്ടി താഴെ വീണു. അതെൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. യേശു എന്നെ സ്നേഹിച്ചു, യേശു എന്നെ പിടിച്ചു. ആ പിടിയോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കി. അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച്, കർത്താവെ നീ എനിക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും അത്രത്തോളം ഞാൻ നിന്റെ നാമത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും, നിന്റെ നാമത്തെ ഉയർത്തി കാണിക്കും, നീ അല്ല ഞങ്ങൾക്കൊരു ദൈവമില്ല. ആ ഒരു രീതി തന്നെ മുന്നോട്ട് പോയി ഈ ബഹറിന്റെ ദേശത്ത് കടന്നു വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിച്ചു. കാരണം ഞാൻ ഇന്ന് വിശ്വാസത്തിൽ കടന്നു വന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 30 പേരെങ്കിലും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ നേരെ അനിയന് 2 അനിയന്മാർ വിശ്വാസത്തിലാണ് കുടുംബമായിട്ട്. പിന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മ സ്നാനപ്പെട്ടു. പിന്നെ ഇവിടെ അനേകരെ ചർച്ചിൽ കൊണ്ടുവരാനും അവരൊക്കെ ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം മുഖാന്തരം. കാരണം ഇതെല്ലാം പറയാൻ കാരണം നമ്മളെ ദൈവം വിളിച്ച് വേദനിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. കാരണം ദൈവം നമ്മളെ മുന്നേ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ പ്രതികൂലങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിട്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരു മുഖാന്തരങ്ങളായത്. കാരണം വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓരോരുത്തരും ദൈവം കണ്ടിട്ടുണ്ട്. ആ ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം ഓരോ മുഖാന്തരങ്ങൾ നമ്മളെ വിളിച്ച് വേദനിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യങ്ങള്, കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ 40, 50, 60, 70 വയസ്സ് ജീവിച്ച് കഴിഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന ഹിന്ദുക്കളായിരിക്കാം, മുസ്ലിങ്ങളായിരിക്കും, ക്രിസ്ത്യാനികളായിരിക്കാം. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, നമുക്ക് ഈ ലോകത്ത് തരുന്ന ആയുസ്, ഞാനിപ്പം ബഹറിൽ നിൽക്കുന്ന ഒരു വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് 60, 70, 80 വയസ്സിൽ ജീവിക്കാൻ ദൈവം അവസരം തന്ന് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒടുവിലുണ്ട്. നമ്മൾ പോയേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് വചനം പറഞ്ഞ് 2 വഴിയെ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഒന്ന് നിത്യത, ഒന്ന് നിത്യനരകം. അത് തെരഞ്ഞെടുക്കേണ്ട ദൈവം പറഞ്ഞു, നിങ്ങളാണ് ജീവനോടിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ എന്ന് നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. ദൈവം പറയുന്നുണ്ട്. കാരണം ഇന്ന് 2 വഴിയെ, വീതി കൂടിയ വഴിയോ ഉണ്ട്, വീതി കുറഞ്ഞ വഴിയോ ഉണ്ട്. വീതി കൂടിയ വഴിയെ ഇന്ന് അനേകരെ പൊക്കോണ്ടിരിക്കുക. കാരണം അത് പോയി കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് പോകുന്നു, അതിന് വലിയ പ്രയാസം വരത്തില്ല. പക്ഷെ ഇടുങ്ങിയ വഴി കൂടെ പോകുന്നത് വളരെ ചുരുക്കമാണ്. കാരണം നമ്മുടെ മരണത്തിന് ശേഷമാണ് നമ്മൾ യുഗായുഗം ദൈവമായിട്ട് വസിക്കുന്ന ഒരു കാലം സ്വർഗത്തിലുണ്ട്. ദൈവമായിട്ട് അഭിമുഖമായിട്ട് കാണുന്ന ജീവിക്കുന്ന കാലം ആ സ്വർഗത്തിൽ. അതാണ് നമ്മൾ മരണത്തിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. കാരണം യേശു ആണ് ഏക മാർഗം. കാരണം ഇത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന 33.5 വർഷക്കാലം ജീവിച്ച് ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു ഓൺലൈൻ കഥയല്ല, സ്റ്റോറിയല്ല, ഐതിഹ്യമല്ല. കാരണം കർത്താവ് ഒരു മനുഷ്യനായി വന്ന് പാലസ്തീൻ നാടുകളിൽ ഇസ്രായേലിൽ ജീവിച്ച് യോർദാൻ നദിയിൽ കർത്താവായ യേശു ക്രിസ്തു അവന്റെ കൽപ്പനയാകുന്ന സ്നാനം നമുക്ക് കാണിച്ചു തന്നു. കാരണം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടും വേർപാടും ജീവിച്ചെങ്കിൽ മാത്രമേ അവൻ നിത്യ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അത് കർത്താവ് നമുക്ക് കാണിച്ചു തന്നൊരു കൽപ്പനയാണ്. ഇന്ന് ആ കൽപ്പന അനേകർ ചെയ്യാൻ മടിച്ച് നിൽക്കുമ്പോൾ അനേകർ പാരമ്പര്യം പറഞ്ഞ് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അനേകർ പറയും ഞാൻ ഇതാണ്, ഞാൻ ഇന്ന മാർഗം ഇതാണ്, ഇത് പാരമ്പര്യമാണ്. അതല്ല ദൈവത്തിന്റെ സന്നിധിയിൽ. ദൈവം നമ്മളെ നോക്കുന്നത്, ദൈവസന്നിധിയിൽ അവിടെ ഒരു പാരമ്പര്യത്തെ ഒരുക്കിയിട്ടില്ല.
ഞാൻ ആദ്യമായിട്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ക്രിസ്തുമസ് എന്ന് പറയുന്ന ബൈബിളിനകത്തില്ല, മാമോദീസ ഇതില്ല, ഇതൊന്നും ഇങ്ങനൊന്നും ഇത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരുടെ ഹൃദയത്തെ ദൈവ പിശാച് കുരുടാക്കി ഇട്ടിട്ട് നിത്യനരകത്തിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യം കർത്താവിന് വേണ്ടി നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മുടെ അവസാനം നമ്മൾ നിത്യനരകത്തിൽ പോകാൻ നമ്മളെ ഇടയാക്കി തീർക്കല്ല. കാരണം ആ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെടാത്ത തീയാണ്, അവിടെ ചാകാത്ത പുഴു എല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ പെട്ടുപോകാതെ നമ്മൾ ദൈവമായിട്ട് നമുക്ക് യുഗായുഗം കർത്താവുമായിട്ട് കണ്ട് ആരാധിച്ച് സന്തോഷിക്കുന്ന ഒരു കാലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഈ ലോകം നമുക്ക് തരുന്ന സമാധാനവും സുഖവും അല്ല, അതിന് നമ്മൾ ആശ്രയിക്കല്ലേ. ഈ ലോകം നമ്മളെ തീർച്ചയായിട്ടും നിത്യനരകത്തിലേക്ക് അല്ലാതെ നിത്യസ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. കർത്താവായ യേശു ക്രിസ്തു തന്നെ കാൽവരി കുരിശില് കർത്താവിനെ കൊല്ലുവാനായിട്ട് കുരിശും കൊണ്ട് പോകുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കി കരയരുത്, എന്നെ ചൊല്ലി കരയല്ല, നിങ്ങളുടെ തലമുറ ഓർത്ത് നിങ്ങൾ കരയാൻ മതി. അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിന്റെ പോക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. കാരണം നമ്മളെ തേടി വന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു പറഞ്ഞാൽ അത് സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടെറിഞ്ഞിട്ട് ഈ താണലോകത്തിലേക്ക് കടന്ന് നമ്മളെ രക്ഷിക്കാനാണ്. നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാണ് യേശു വന്നത്. കാരണം അതിന്റെ കാര്യമുണ്ട്. നമ്മൾ ദരിദ്രത്തിൽ ജനിച്ച് നമ്മൾ കടന്നവരാ. നമ്മളെ കർത്താവിന് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തുന്നതാ. എൻ്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് വേണ്ട ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ചില കാര്യങ്ങൾ, ഞാൻ ഒരു ഗ്യാലറി നടത്തുന്ന വ്യക്തിയാണ്. ചില സമയങ്ങളിൽ ഒരു പെയിന്റർ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ് അവിടെ. ആ പെയിന്റർ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പെയിന്റ് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവൻ വരാതെ അവിടെ കിടക്കും, റൂമിൽ കിടക്കും, 2 ദിവസം വരത്തില്ല, 3 ദിവസം വരത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ വരാതിരിക്കുമ്പോൾ ഞാൻ ചിലപ്പം ഈ വണ്ടി എടുത്തോണ്ട്, ഏത് വണ്ടിയാണോ അന്നേരം കിടക്കുന്ന വണ്ടി എടുത്തോണ്ട് ആ ആളിന്റെ റൂമിൽ ചെന്ന് അവനെ ഒരുക്കി എൻ്റെ വണ്ടിയിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരും. കാരണം എനിക്ക് ആവശ്യമാണ്, എൻ്റെ പണി നടക്കണമെങ്കിൽ അവനുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന അന്നേരം ഞാൻ ഇന്ന വണ്ടിയൊന്നുമില്ല, എന്നെ കിട്ടുന്ന ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ആളിനെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പണി തീർക്കുക എന്ന് പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്ന് നമ്മളെ തേടിയ, നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന്. നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ദരിദ്രരായിരുന്നു. ആ ദരിദ്രം മാറ്റാൻ കർത്താവ് സമ്പന്നനായിരുന്നു, നമുക്ക് കൊണ്ട് ദരിദ്രനായി തീർന്നു. കാരണം സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടെറിഞ്ഞിട്ട് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ രക്ഷിക്കാനാ. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെ നേടാനാ കർത്താവ് വന്നേ, ഒരുത്തനെ പോലും അല്ല. എന്നാൽ മനുഷ്യരതെല്ലാം മറന്നിട്ട് ഈ ലോകത്തിലെ സുഖം, ഈ ചെറിയ ഒരു പീരീഡിന് വേണ്ടി ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാ. ആഡംബരത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിത്യത തള്ളിക്കളയാ. നമുക്കറിയാം ധനവാന്റെ ലാസറിന്റെ കഥ നമുക്കറിയാം. ധനവാന് ധനത്തോടുകൂടി സമ്പത്തോടുകൂടി ജീവിച്ചു. ലാസർ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവന്റെ മുന്നിൽ എഴുതുന്ന ആ എച്ചിലുകളും കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ധനവാൻ വളരെ ധനത്തോടു കൂടി ആഡംബരത്തോടെ ജീവിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആഡംബരം കർത്താവിന് ഇഷ്ടമല്ല. ആഡംബരത്തോടെ ജീവിച്ചെന്നാ പറഞ്ഞത്. അതോ ലാസറോ അവന്റെ വ്രണം പട്ടി നക്കി അവനെ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ട് കുഴിച്ചിട്ടെന്നാ പറയുന്നത്. പക്ഷെ ആഡംബരത്തോടെ ജീവിച്ച ധനവാൻ എവിടെ ചെന്നു, ദാരിദ്ര്യത്തോടെ ജീവിച്ച ലാസർ എവിടെ ചെന്നു? നമുക്ക് ബൈബിൾ പറയുന്നുണ്ടത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൈവത്തെ മറന്നുള്ള ധനത്തിന് മുമ്പേ പുറകെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ടത് നമ്മൾ എത്തത്തില്ല. കർത്താവായ യേശു ക്രിസ്തു അത് തന്നെയാ പറയുന്നത്. നമ്മളെ സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടി, നമ്മളെ സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടി തന്നെ യേശു ക്രിസ്തു ഇനി വീണ്ടും വരുന്ന, നമുക്ക് വേണ്ടി ഭവനം പണിയാനായിട്ട് പോയിരിക്കുക കർത്താവ് യേശു ക്രിസ്തു. വീണ്ടും നമ്മളെ ചേർക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ആ പദവി തള്ളിക്കളയരുത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ രണ്ടാമത്തെ അനിയനെ, ഏഴനിയനെ എല്ലാം ഈ വിശ്വാസത്തിൽ, അവരൊക്കെ ഇതുപോലെ മദ്യപാനത്തിന് വെറുക്കും നടന്ന വ്യക്തികളാണ്. ഞാൻ ഈ വിശ്വാസത്തിൽ കടന്നു വന്നവര്, അവർ കുടുംബമായിട്ട് രണ്ടും കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇന്ന് ദൈവത്തെ അറിയാനുള്ളൊരു ഭാഗ്യം ആർക്കും കൊടുത്തു. എൻ്റെ വൈഫിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ 75 വയസ്സുള്ളപ്പോഴാണ് സ്നാനപ്പെട്ടത്. ഈ ബഹറിൽ തന്നെ സ്നാനപ്പെട്ടത്. ആ മാതാവിന് ക്യാൻസർ ആയിരുന്നു. പലപ്പോഴും എൻ്റെ വൈഫിന് ദർശനം കൊടുത്തിട്ടുണ്ട് ദൈവം. പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഇന്ന് 23-24 വർഷമായി, ഇന്ന് വരെ ആ അസുഖമില്ല, ആ മരുന്ന് കഴിച്ചിട്ടില്ല. കാരണം ദൈവം സൗഖ്യമാക്കി. കാരണം ദൈവത്തിന് കഴിയും. ആ കർത്താവ് സൗഖ്യമാക്കി. ഇന്നും 90 വയസ്സായിട്ട് എൻ്റെ മാതാവ് ഇന്നും വീട്ടിലിരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമള്ളുന്ന ഒരു ദൈവമാണ്. കാരണം ആ ദൈവം കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്നു പിതാവിനോട്.
ആ ദൈവത്തെ നമ്മൾ തള്ളിക്കളയാതെ നമ്മളെ കൊണ്ട് കിട്ടുന്ന ആയുസ്, നമുക്ക് കിട്ടുന്ന ആരോഗ്യം, ഈ ലോകത്തെ നമ്മൾ ഒരു വ്യക്തി ഒരു ആത്മാവിനെ നേടുകയാണെങ്കിൽ, ഒരു വ്യക്തി നമ്മൾ യേശുവിനെ അറിയുന്നെങ്കിൽ അത് ലോകം തരുന്നത് പറയുന്നില്ല, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തി എന്ത് പ്രയോജനം? നമ്മളെ ദൈവം വിളിച്ച് വേദനിച്ച അതിനാ. എന്നെ വിളിച്ച് വേദനിച്ച് എനിക്കറിയാം. ഞാൻ ഹൈന്ദവ ബാങ്കുകളിൽ കിടന്നെങ്കിലും ഞാൻ ഏതെല്ലാം വിട്ടുകഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കർത്താവിന് ഇറങ്ങി പ്രവർത്തിക്കും. എന്നെ കൊണ്ട് കഴിയുന്ന, ഞാൻ അറിഞ്ഞ സത്യം ഞാൻ മറ്റുള്ളവർ പറയും. കാരണം വചനം പറഞ്ഞിരിക്കുന്ന ഞാൻ അറിഞ്ഞ സത്യം നീ നിന്റെ സഹോദരനോട് പറയാതെ ആ സഹോദരൻ നിത്യം നരകത്തിൽ പോയി കഴിഞ്ഞാൽ അവന്റെ പങ്ക് എന്നോട് ചോദിക്കുന്ന. അപ്പൊ ഞാൻ അറിഞ്ഞ സത്യം ഞാൻ മറ്റുള്ളവർ പറയണം. കാരണം അവർക്ക് അറിയത്തില്ല. അവർ ഈ പാരമ്പര്യം മുറുകെ പിടിച്ച് ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ കുറിച്ച് പറയണം. മനുഷ്യരാണ് പല മതത്തിന്റെ പല മർത്തോമ സഭ, ഞാൻ പറയുന്നത് വിചാരിക്കില്ല, മർത്തോമ സഭ, ഓർത്തഡോക്സ് സഭ, പല സഭകളാക്കി ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു? അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അതാണ് നമ്മൾ പാലിക്കേണ്ടത്. കർത്താവിന് അങ്ങനെ ഇതേ ഇല്ല. കർത്താവിന് മുമ്പിൽ നമ്മളെല്ലാം ഒരുപോലെ. കർത്താവ്, ഞാൻ പറഞ്ഞില്ല, ദൈവം ഒരു മതസ്ഥാപകനല്ല. കാരണം ഇന്നും കർത്താവിന്റെ കല്ലറേ ഉള്ളൂ ഇന്ന് തുറന്നു കിടക്കപ്പെട്ട, ബാക്കിയെല്ലാം അടച്ചു കിടക്കുക. ഇന്നും മനുഷ്യജാതിക്ക് വേണ്ടി മറുപല കൊടുത്ത ദൈവം ആ കല്ലറ ഇന്നും ഇസ്രായേലിൽ തുറന്നു കിടക്കുക, ബാക്കിയെല്ലാം മഹാന്മാരെ അടഞ്ഞു കിടക്കുക. കാരണം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തു വന്നത്. മനുഷ്യനെ നമുക്ക് വേണ്ടി, കർത്താവിന് നമ്മളെ കൊണ്ടുവന്ന് വെച്ചാൽ ആ സ്വർഗത്തിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഈ താണലോകത്തിൽ വന്ന് നമ്മുടെ കൂടെ 33 വർഷം ജീവിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശു വന്നേ. പറഞ്ഞു, ഞാൻ വീണ്ടും വരുന്നു, ഞാൻ പോയാലോ വീണ്ടും വരും. നീ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നീ പ്രപഞ്ചത്തിലുണ്ടോ? ഞാൻ നിന്നെ നരയ്ക്കോളം ചുമക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ ദൈവം പോലും ഇന്ന് ഈ പ്രപഞ്ചത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവങ്ങൾ ഒത്തിരി ഉണ്ട്, അനേക ദൈവങ്ങളുണ്ട്. പക്ഷേ ഏക സത്യദൈവമായ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ഭാരങ്ങൾ എന്നെ മേൽ വെച്ചുകൊള്ളുക, നിന്റെ ചിന്താകുലങ്ങൾ എന്നെ മേലിട്ടോ, ഞാൻ നിന്നെ പോറ്റിപ്പുറത്തും, ഞാൻ നിന്നെ അനാഥമായി വിടുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരുപാട് നേർച്ച കാഴ്ചകളും ഒത്തിരി ധർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് എന്ത് കർമ്മം ചെയ്താലും നമ്മൾ നിത്യതയിൽ പോകുകയില്ല. ജീവനോടിരിക്കുന്നുടനെ നമ്മൾ തിരഞ്ഞെടുക്കണം. മരിച്ചുപോയ വ്യക്തിയുടെ ബോഡിയുടെ അവിടെ ചെന്ന് എന്ത് കർമ്മം ചെയ്താലും ആ മനുഷ്യന്റെ ബോഡി, ഇപ്പൊ രവി മരിച്ചുപോയി, രവി പോയി, പിന്നെ രവിയുടെ ശവമാണ്, മണ്ണ് അവിടെ കിടക്കുന്നത്. ആ മണ്ണെടുക്ക ചെന്ന് കർമ്മം ചെയ്തെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അതിനെ എത്തേണ്ടടുത്ത് നമ്മൾ അത് പോയി, അത് ചെന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. നമ്മൾ ചെയ്യല്ല. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആയുസ് കർത്താവിന് വേണ്ടി, കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് കഷ്ടതയുണ്ട്. ആ കഷ്ടത ജയിച്ച കർത്താവ്, കഷ്ടതയില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയാൻ ഒക്കത്തില്ല. അതാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് കഷ്ടതയുണ്ട്, അനുഭവിച്ച്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി കുരിശിൽ പോകുമ്പോഴും കണ്ടില്ലേ എന്ത് കഷ്ടത അനുഭവിച്ചു, എന്ത് വേദന അയച്ചു. അതൊന്നും നമ്മൾ അത്രയും പോലും ഏറ്റിട്ടില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടി യേശു ക്രിസ്തു സകല ജനങ്ങൾക്ക് വേണ്ടിയാ. പോകാൻ നേരം കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോഴും ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകം മുഴുവൻ പോയി സകല ജനങ്ങളോടും സകല സുവിശേഷം പറയുക. അവിടെ അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ജനിക്കുമ്പോഴും അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വചനത്തിലുള്ള വചനം ശ്രദ്ധിക്കാതെ ലോകത്തിലെ ജനങ്ങള് ലോകപ്രകാരം നടക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന, ഞാനിപ്പോ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ എൻ്റെ ആഗ്രഹം ആരും നഷ്ടപ്പെട്ടു പോകല്ലേ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകല്ലേ. കാരണം നിത്യ നരകം എന്ന് പറഞ്ഞാൽ അത് 700 ഡിഗ്രി ചൂടാണ്, കല്ലൊക്കെ ഉരുകി പോകുന്ന പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദൈവം പറയാൻ നിങ്ങൾ ആരും ദൈവത്തിന് ആരും നിത്യ നരകത്തിൽ പോകണമെന്ന് ഒരാഗ്രഹമില്ല. ദൈവം പറഞ്ഞ് നിങ്ങൾ നിത്യ സ്വർഗത്തിൽ പോകണം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ ജാതിയും മതവും പറഞ്ഞ്, മുസ്ലിങ്ങൾ മതം പറഞ്ഞ്, ക്രിസ്ത്യാനികളുടെ മതം, ഹിന്ദുക്കളുടെ പറഞ്ഞ് അങ്ങോട്ടും തല്ലുമ്പോൾ ദൈവം ദുഃഖിക്കുകയാണ്. കാരണം ദൈവം പറയുന്നു, എനിക്ക് മതമില്ല, നിങ്ങൾ എന്തിനു മതം ഉണ്ടാക്കി ഇത് പ്രശ്നം ഉണ്ടാക്കുന്നു? ഞാൻ മതസ്ഥാപകനല്ല, ഞാനൊരു മാർഗമാണ് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന് വക വെക്കാതെ ലോകപ്രകാരം നടക്കുന്ന അനേകരിന്ന് ലോകത്തിന്റെ മോഹങ്ങൾ ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം കർത്താവിന്റെ വരവ് അടുത്ത ലക്ഷങ്ങളാണ് ഇപ്പൊ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളില് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പൊ 43 വർഷമായി മരുഭൂമിയിൽ ഇവിടെ വന്നിട്ട് 98-ലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു. ഞാൻ ഇവിടെ ഒക്കെ കടന്നു, ഞാൻ നാട്ടിൽ ചെന്നാലും ഞാൻ എവിടെയൊക്കെ പോയി ഞാൻ പരസ്യവും ചെയ്യും. ഞാൻ കർത്താവിനെ ഉയർത്തി കാണിക്കും. അതെന്റെ മെയിൻ പരിപാടിയാ. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാ. കാരണം എന്നെ ദൈവം ഇന്ന് ആരോഗ്യത്തോടെ ജീവൻ തന്നിരിക്കുന്ന കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാ.
എനിക്ക് രണ്ടാം കുട്ടി ജീവനാ. ഞാൻ ജീവൻ നിന്നു, എൻ്റെ ശ്വാസം നിന്നു പോയ വ്യക്തിയാ. അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നെ, എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഇന്ന് ഈ രീതിയിലാക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്. അല്ലെ എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയനെ. ലോകത്തിലെ മനുഷ്യർ, ഞാൻ പറഞ്ഞില്ല, എല്ലാം മതം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ എറ്റേണിറ്റി, നമ്മുടെ നിത്യത എന്താണ്? നമ്മൾ എവിടെ എത്തിച്ചേരും? നമ്മുടെ ധനത്തിന് നമ്മളെ എത്തിക്കാൻ പറ്റുമോ? നമ്മുടെ പാരമ്പര്യത്തിന് നമ്മളെ എത്തിക്കാൻ പറ്റത്തില്ല. നമ്മളെ എത്തിക്കാൻ ഒറ്റ മാർഗമുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. കാരണം ഏകരക്ഷകൻ. ഇന്ന് അമ്പലങ്ങളിലും പള്ളികളിലും വഴക്ക് പറഞ്ഞു. കാരണം മനുഷ്യന്റെ കൈപ്പണികളിലാൽ ഒതുങ്ങിയിരിക്കുന്ന അമ്പലങ്ങളിലോ പള്ളികളോ അല്ല കർത്താവ് ദൈവം ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ആ ഹൃദയത്തെ ദൈവം, നമ്മുടെ ഈ ശരീരത്തെ നശിപ്പിച്ചു കളയരുത്. ദൈവം അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിൽ എനിക്കിത് പറയാനായിട്ട് എനിക്ക് കഴിയുന്ന എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ എവിടെ ചെന്നാലും ഞാൻ കർത്താവിനെ ഓർത്തി കാണിക്കും. കാരണം നമുക്ക് തരുന്ന ചെറിയൊരു പീരീഡ് ഈ ലോകത്തുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുമ്പം കാരണം ഞങ്ങളൊക്കെ തിരിച്ചു നാട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ ഒരു വിസയിൽ ഇവിടെ വന്നിരിക്കുന്ന. കാരണം മനുഷ്യന്റെ അടുത്ത നിമിഷം നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്നൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്ത് അനേകരെ നേടുവാൻ കഴിയുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന 2025 ദൈവമേ, ഒരു പാവിയെങ്കിലും കർത്താൻ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ വിദ്യാഭ്യാസവും എനിക്കില്ല, ഞാൻ ബൈബിളിൽ പഠിച്ചിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളൊന്നും ഈ സത്യം അറിഞ്ഞവരല്ല. പക്ഷെ ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ വിളിച്ചു വേദനിച്ചു. ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ല. കാരണം കേൾക്കുന്ന വ്യക്തികള് അവരൊന്ന് മാത്രം ആര് കേട്ടാലും എനിക്കൊന്ന് മാത്രം, ആരും നഷ്ടപ്പെട്ടു പോയല്ലേ. ഇവരൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവങ്ങളൊന്നും ഇവരെ രക്ഷിക്കത്തില്ല. ഏക സത്യ ദൈവമേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാ. ആ ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. കണ്ടാൽ ജീവനോട് ഇരിക്കത്തില്ലെന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ സ്വരൂപം ഉണ്ടാക്കി, സാദൃശ്യം ഉണ്ടാക്കി അതിന്റെ മുന്നിൽ പോയി ആരാധിക്കുമ്പോൾ ദൈവം പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1 തിമോഥെയോസിന്റെ 2:4 പറയുന്ന, അവൻ സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അത് വചനം എഴുതി വെച്ചിരിക്കുക. കാരണം നമുക്ക് വേണ്ടി മധ്യസ്ഥ വയ്ക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്നാൽ അനേക മധ്യസ്ഥന്മാർ ഇന്ന് നമുക്ക് ഈ ലോകത്തിലുണ്ട്. പക്ഷെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, വചനം എഴുതി വെച്ചിരിക്കുന്നു, നമുക്കായി മധ്യസ്ഥൻ ഒരാളുള്ളത് യേശു ക്രിസ്തുവാ. അത് വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. പക്ഷെ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് അനേകര് പലയിടത്തും, ഞാനും പോയിട്ടുണ്ട്. ഈ സത്യം അറിയുന്നതിന് മുമ്പ് ഞാൻ പരിപാലത്ത് പോയിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ലായിരുന്നു. സത്യം നമ്മളെ സ്വതന്ത്രമാക്കി ആ അസത്യത്തിന് സത്യത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ വചനം സത്യം ഒന്ന് മനസ്സിലായി. പിന്നെങ്ങും പോയിട്ടില്ല. അതുവരെ ഞാനും ഈ സൗഖ്യത്തിനും വേണ്ടി, നന്മയ്ക്കും വേണ്ടി പല മധ്യസ്ഥന്മാരുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്, മെഴുകുതിരി കത്തിട്ടുണ്ട്, പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വചനം എന്ത് പറയുന്നു? രക്ഷ പ്രാപിക്കുവാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുക ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമുള്ളത് എഴുതി വെച്ചിരിക്കുക. നമ്മൾ ആ ദൈവത്തോടാ പ്രാർത്ഥിക്കേണ്ടത്. അല്ല, അതെല്ലാം തെറ്റിച്ച് കളഞ്ഞുകൊണ്ട് ഇന്ന് ജനങ്ങൾ സമാധാനത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ കൊടുത്ത് സമാധാനം മേടിക്കാൻ വേണ്ടി ഓടി നടക്കുക എല്ലാവരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം തരുന്നെത്തുന്ന കൃപ നിങ്ങൾ അറിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായിരുന്ന കർത്താവ് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് അതിന് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായിരുന്നു. കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരെ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. അതിക്രമങ്ങളിൽ മരിച്ചവനായിരുന്നു ഞാൻ, എന്നാൽ എന്നെ കർത്താവ് ജീവിപ്പിച്ചു. ദൈവ പൈതലായി എന്നെ തീർത്തു, ദൈവ മക്കളായി തീരാൻ അവസരം തന്നു. ഇന്നൊരു ദൈവ പൈതലാണ്. ആ സത്യം അറിഞ്ഞിട്ട് ഇനിയും നമ്മൾ അതിക്രമങ്ങളിൽ പോകാൻ പാടില്ല. കാരണം നമ്മുടെ അവസാനം എന്താണ്, നമ്മുടെ ജീവിതം എങ്ങനെയായി തീരും, നമ്മുടെ നിത്യതയിൽ ചെല്ലുമോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ഭക്തന്മാരെ തന്നെ പറയാം, കേൾക്കുന്ന ആൾക്കാര് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതിനെ എഴുതി വെച്ചിരിക്കുക. അപ്പം ഈ ദിവസങ്ങളിൽ ആ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് അനേകർ മുന്നോട്ട് പോവുക. നമ്മൾ
യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. യേശുവിൽ നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ നിത്യതയിൽ പോകാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തന്നു. ഞാൻ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം അരോമ ടിവിയിൽ കൂടെ കർത്താവിന്റെ നാമത്തെ ഓർത്തി കാണിക്കാൻ ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവദാസനെയും അവിടെ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആത്മീയത്തിൽ അവർ ചെയ്യുന്ന എല്ലാ അനുഗ്രഹം ശുശ്രൂഷ അവരെ അനുഗ്രഹിച്ച് മാനിക്കണം. ഈ കർത്താവെ അരോമ TV അനേകർക്ക് വേണ്ടി കർത്താവെ ദൈവം ഒരുക്കുന്നുണ്ടല്ലോ. കർത്താവെ അനേകരെ നേടുവാൻ ഈ പ്രസ്ഥാനത്തെ ദൈവം ഒരുക്കണമേ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹപ്പെട്ട പ്രസ്ഥാനമായി കർത്താവെ ഇത് മാറുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് പ്രാർത്ഥനയായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.